അല്ല ഗൈസ്, അങ്ങനെ അക്ബറിൻ്റെ പാവ മോഷ്ടിച്ചത് ആദിലയാണ് എന്ന് മനസ്സിലായി ഗൈസ്. ഏ പാവം അക്ബറിൽ എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ പാവ പോയ എന്ന് പറഞ്ഞിട്ട് പാവം. അപ്പോൾ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചിരുന്നു, ആരാണ് എൻ്റെ പാവ കൊണ്ടുപോയത്, നിങ്ങളാരും പാവ എന്നും പരസ്പരം മോഷ്ടിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് കിട്ടിയ പാവയല്ലേ, എനിക്ക് കിട്ടിയ പാവകളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ആദിലയുടെ ക്രൂക്കഡായിട്ടുള്ള ഐഡിയ അല്ലേ ഗൈസ്. അക്ബറെ, എൻ്റെ ഇതൊക്കെ ആരൊക്കെ അവിടെ അല്ലേ, സാധനങ്ങളൊക്കെ അങ്ങോട്ട് കിട്ടണം, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ പോയിട്ട് അത് സാധനങ്ങൾ എടുത്തു. പാവകൾ, പാവം അല്ലേ, പാവ 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 കള്ളി ആദില. എന്തായാലും ആദിലിപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് നല്ല രീതിയിൽ കളിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അല്ലേ, സന്തോഷം. പിന്നെ ഇതെന്താ വെച്ചാൽ ഇതൊരു ഗെയിമാണ്. നമ്മൾ അക്ബറിൻ്റെ പാവ അവൾ മോഷ്ടിച്ചു, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും പറയാനും പറ്റില്ല നമുക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ സംഗതി ശരിയാണ്, അവർ തമ്മിലൊരു ടേംസ് ഉണ്ടായിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ, ഒരാളുടെ പാവ വേറൊരാൾ മോഷ്ടിക്കരുത് എന്ന്. പക്ഷെ ഇതൊരു ഗെയിം ആയതുകൊണ്ട് ആരുടെ കയ്യിലാണോ പാവമുള്ളത്, ആ പാവകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ആരുടെ കയ്യിലാണോ പാവമുള്ളത് അവർക്കത് ഗുണം ചെയ്യും. അപ്പോൾ അതിലേക്കത് ഗുണം ചെയ്യും. അത് ആരുടെ പാവയാണെന്നുള്ള വിഷയമല്ല എന്നാണ്. പക്ഷേ വേറെ കാര്യം, ഇങ്ങനെ പാവയൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് വേറൊരു ടാസ്കിൽ ഇവർ പോകുമ്പോൾ, അല്ലെങ്കിൽ ടാസ്കുകളൊന്നും ഇല്ലാണ്ട് അവർ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഈ വിശ്വാസത്തെ ഇതിലൊക്കെ ബാധിക്കും അല്ലേ അല്ലേ. അതേപോലെ തന്നെ അതിലേക്ക് നല്ലൊരു പണി കിട്ടാനും ചാൻസ് ഉണ്ട് അക്ബറിൻ്റെന്ന്. അക്ബർ പൊതുവേ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെയാണ്. അക്ബർ ആദിലയുടെ വേറെ എന്തെങ്കിലും കണ്ടൻറ് എടുത്തിട്ട് ഇടൂല എന്ന് പറയാനൊന്നും പറ്റൂല അല്ലേ. ഈ പാവയനെ വെച്ചിട്ട് അവൾ യൂസ്ഫുൾ ആക്കുകയാണെങ്കിൽ അല്ല കേസേ, ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായം. ഇതിൻ്റെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ആദില മറ്റേ ഷാനവാസിനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഷാനവാസിക്ക് നിങ്ങൾ ഇമോഷണലായിട്ട് ഇതിനെ കളിക്കരുത്, നമ്മുടെ ഗെയിമിനെ ബാധിക്കും, നമുക്ക് ഇതിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സൗഹൃദമൊക്കെ അടിപൊളിയാക്കാം, ഉഷാറാക്കാം, നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും, ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരികയാണെങ്കിൽ നിങ്ങളെ ചൂണ്ടിക്കാണിക്കും, ഞങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്യും, അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നു. അതേപോലെ തന്നെ ആദില നൂറ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാം, ഇത്രയും ദിവസം ഇവിടെ നിന്നല്ലോ എന്ന് ആദില പറയുന്നുണ്ടായിരുന്നു, അതിൽ തന്നെ സന്തോഷം, ഇനി നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാം അല്ലേ. അപ്പം എന്തായാലും ഇനി അവർ അടിച്ചു പിരിയാനും സാധ്യതയുണ്ട് കേസ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദില നൂറയൊക്കെ അടിച്ചു പിരിയാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പിരിയാന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ബിഗ് ബോസിലെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിട്ടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിട്ട് കത്തറോടാനുള്ള സാധ്യത ഉണ്ടെന്ന് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. ആദില നൂറ രണ്ടുപേരെ കുറിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞായിരുന്നു അല്ലേ, അതിന് മുമ്പേ പറഞ്ഞായിരുന്നു പെട്ടുപോയി ലാലേട്ട എന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. അതേപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ആദിലയുടെ അടുത്ത് പറയലുണ്ടായിരുന്നു എന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അവരങ്ങനെ നല്ലാണ്ട് ഒറ്റയ്ക്ക് വേറെ വേറെ ആയിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഗെയിം കാണുന്ന, ബിഗ് ബോസ് ലൈവും ഒക്കെ കാണുന്നത് നമുക്കും ഭയങ്കര രസമായിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ അവർ രണ്ടെണ്ണത്തിൽ കൂടി സ്പ്ലിറ്റ് ആക്കി അത് കാണുമ്പോഴുള്ള സന്തോഷം അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഗെയിം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കേണ്ടതല്ലേ. ഇപ്പം നെവിനൊക്കെ ഉണ്ട് അവിടെ ഒറ്റയ്ക്ക് കളിക്കണം, അവൻ ആരെയും കൂട്ടുപിടിച്ചിട്ടൊന്നുമല്ലേ. പറയുമ്പോൾ അവൻ എല്ലാവരും കമ്പനിയാണ്, പക്ഷേ അവൻ്റെ ഗെയിം ഒറ്റയ്ക്കാണ്. അവൻ അവിടെ ഏറ്റവും ശക്തരായ ആളുകളൊത്ത് മുട്ടുന്നു, അനീഷിനോട് മുട്ടുന്നു, അനുമോളോട് മുട്ടുന്നു അല്ലേ. അപ്പം അനുമോളുടെ പിയർ ടീംസൊക്കെ വന്നിട്ട് നെവിനെ പുറത്താക്കണം, നെവിന് വൃത്തികെട്ട ജന്തുവാണെന്നൊക്കെ പറയുന്നത്. അതിന് മാത്രം എന്ത് തെറ്റവൻ ചെയ്തതെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഒന്ന് നോക്കിക്കോ, ഇന്ന് രാത്രിയത്തെ ഇപ്പം ലൈവ് എല്ലാവരും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ അല്ലേ, ജോലിയുടെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിൽ ലൈവ് കാണാൻ പറ്റണമെന്നില്ല ആളുകൾക്ക്, പക്ഷേ എപ്പിസോഡ് കാണുമല്ലോ രാത്രി. അപ്പോൾ നോക്കിക്കോളൂ, ഇന്നത്തെ എപ്പിസോഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെവിനെതിരെ ഭയങ്കരമായിട്ടൊരു സൈബർ ബുള്ളിങ് എന്നല്ല, ഒരു ഹേട്രഡ് പരക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഗൈസ്. പ്രത്യേകിച്ച് മറ്റേ പാവേനെ, അനുമോളുടെ മറ്റേ പാൻറ്റിൽ പാവേനെ ഇട്ടിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് അത് വലിച്ചെടുത്ത് എന്തൊക്കെ പറയുന്നത്, കുറച്ച് പുറത്തേക്ക് കാണാനുണ്ടായിരുന്നു. അത് നെവിൻ വലിച്ചെടുത്തു. വൃത്തികെട്ടവനാണ് അവൻ എന്നാണ് പറയണത്. അവൻ വേട്ടാവളിയനാണ്, വൃത്തികെട്ടവനാണ്, അവൻ പൊട്ടനാണ് എന്നൊക്കെ പറയുന്നത്. ഞാൻ മറ്റേ കേസ് എന്തൊക്കെ പറഞ്ഞാലും നെവിൻ ആ ബിഗ് ബോസ് ഹൗസിലുള്ളത് ബിഗ് ബോസ് കാണാനുള്ള ഒരു 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 താല്പര്യത്തെ കൂട്ടുന്നുണ്ട്, അതിലൊരു സംശയമില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലാണ്ട് അവൻ അവിടെ എന്ത് ചെയ്യണമെന്നല്ല, അവൻ കുറച്ചുകൂടി ഫണ്ണി ആയിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാര്യങ്ങളവിടെ ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഹ്യൂമർ കൊണ്ടുവരുന്നുണ്ട്. മറ്റേ മൊത്തം സീരിയസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് വിളിച്ചിട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇന്നലെ അനുമോള് നെവിൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ ആർക്കും വിഷയമല്ല. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് അനുമോളെ നെവിൻ വിളിച്ചതാണ് ഇവിടെ ആളുകളുടെ പ്രശ്നം. അപ്പോൾ ഒരു പക്ഷം മാത്രം നിന്നിട്ട് ഈ ഡയലോഗ് അടിക്കാൻ ശരിയല്ലല്ലോ. അത് PR ടീംസിന് മാത്രമേ പറ്റുള്ളൂ. രായപ്പൻ്റെയൊക്കെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ രേവതി
അതേപോലെ തന്നെ രായപ്പൻ, അതേപോലെ ചാറ്റിൻ ആശാൻ, വേറെ ഒരുത്തല്ലേ ഷാനവാസിൻ്റെ ആൾ, സമ്മറണ്ണൻ, ഇവരൊക്കെ ഓരോരുത്തരുടെ പി ആർ എടുത്തിട്ടുള്ള വർത്താനം പോലെയാണ് അവരുടെ വീഡിയോ കണ്ടിട്ടൊക്കെ മനസ്സിലാവുണ്ടാവുക. നമ്മളിപ്പോൾ ഇത് അങ്ങനെയല്ല. അപ്പം നമ്മുടെ കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞ് ചാനലുണ്ട്, ഏത് പട്ടിച്ചാത്തരം കാണുന്നിപ്പോൾ ഇത് വളരെ കുറച്ച് പേരെ കാണും. അയ്യോ നിങ്ങളെ പട്ടിന്ന് വിളിച്ചല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ എന്ന് മാത്രം. മറ്റേ പറഞ്ഞവരില്ലേ ഏതാ തുരപ്പ, യേസ് നിങ്ങളല്ല, അത് വേറെ തുരപ്പനാണ്. സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മളിങ്ങനെ പക്ഷം ചേർന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നിഷ്പക്ഷമായിട്ട് സംസാരിക്കും ഗൈസ്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാവാണ്ടിരിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കും കുറച്ച് വെളിപാടുണ്ടാവും, ഓ ഇങ്ങനെയാണ് ഇല്ലേന്ന്. എന്തായാലും നമ്മുടെ കണ്ടൻറ്റ് എന്തായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇവിടെ എത്തിയില്ലേ. എന്തായാലും സംഭവങ്ങൾ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദില ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി. ആദിലയാണ് പാവേനെ അവിടെ മോട്ടിച്ച് വെച്ച് ഒരു പാവകാരനുണ്ടാക്കിയ പ്രശ്നങ്ങളില്ലേ. അനിമോള്, അക്ബർ, മറ്റുള്ളവരെന്താ, ആദില, നവീൻ, ഒരു പാവയുടെ കാര്യങ്ങളോട് ഉണ്ടായത് എന്താണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.